പ്രസക്തമാണ്. അതുകൊണ്ട് ഗാന്ധിജി പോകാഞ്ഞത് ഭാരതീയർക്ക് നന്നായി എന്നുള്ള രീതിയിൽ ഒരു കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനൊന്ന് അവലോകനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ രമണാശ്രമത്തിലേക്ക് പറഞ്ഞിടും. ഈ രമണ മഹർഷി എങ്ങനെയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ ഇരിക്കും? കൃഷ്ണമണി ഒന്നും ചരിക്കില്ല, ഒറ്റിരിപ്പ, ചലനമില്ല, ജീവനുണ്ടോന്ന് പോലും അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ പോയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? അദ്ദേഹത്തിന്റെ സന്നിധിയിൽ ഒന്നും പറയുന്നില്ല, ഒന്നും പഠിപ്പിക്കുന്നില്ല, ഒരു വേദാന്തവും പറഞ്ഞില്ല, ഒരു സ്ക്രിപ്റ്റേഴ്സും പറയുന്നില്ല. കാരണം ഈ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നിരിക്കുന്ന എക്സ്പീരിയൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുക, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക, അനുഭവമാണ്. ഈ പഞ്ചശരീരങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിനറിയാം. അദ്ദേഹം ആനന്ദമായിട്ട് ആ അവബോധത്തിൽ തന്നെ ലയിച്ചപ്പോഴും ആനന്ദത്തിൽ സമാധി സ്റ്റേറ്റിലാണ് എപ്പോഴും, കണ്ണ് തുറന്നായിരിക്കണേ. അദ്ദേഹത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന വിവാഹം നടക്കാത്ത പിള്ളേരുടെ വിവാഹം നടക്കും. കൽപ്പവൃക്ഷമാണ് ഇവര്, ക്ഷേത്രം അതാണ്. ആലോചിച്ച് നോക്കാം. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞ അതിനാണ്. വിദ്യ കിട്ടുന്നവർക്ക് വിദ്യ കിട്ടും. മധുരയിലെ ജില്ലാ കളക്ടർ അവിടെ വന്നിരുന്നിട്ട് ഇടയ്ക്ക് അവസാനം ചോദിക്കും, മഹർഷിയോട് പറയും, ഭഗവാൻ മധുരയിലെ കളക്ടറുണ്ടോ? അന്നത്തെ കളക്ടർ പറയാം, അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സുഖം, എൻ്റെ സ്ട്രെസ് മുഴുവൻ പോയി, എൻ്റെ ജോലിയുടെ ടെൻഷൻ മുഴുവൻ പോയി, എൻ്റെ മനസ്സ് വല്ലാതെ പറഞ്ഞറിയിക്കാനാവാത്ത ആ ഒരു ധ്യാനത്തിലേക്ക്, ഇന്ന് വരെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു സുഖത്തിലേക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എനിക്കിത് കിട്ടുന്നില്ല. അദ്ദേഹം അതും പറഞ്ഞു, എനിക്ക് വീട്ടിലിരുന്ന് ധ്യാനിക്കുമ്പോൾ ഈ ധ്യാനം സംഭവിക്കുന്നില്ല. ഇവിടെ വരുമ്പോൾ ധ്യാനം സ്പോണ്ടേനിയസ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നു അങ്ങയുടെ സന്നിധിയിൽ. ഇതാണ് ക്ഷേത്രം, രമണ മഹർഷി ക്ഷേത്രമാണ്. അദ്ദേഹത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നവർക്കെല്ലാം അവർക്ക് വേണ്ടത് എന്താണോ അത് ലഭിക്കുക. സമാധി വേണ്ടവർക്ക് സമാധി ലഭിക്കും. അദ്ദേഹത്തെ കണ്ടെത്തിയതാരാണെന്ന് അറിയാമോ? ഗണപതി കാന്തശാസ്ത്രികൾ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കോളറാണ് രമണ മഹർഷിയെ കണ്ടെത്തിയത്. അദ്ദേഹം ഇങ്ങനെ എല്ലാ വേദാന്തങ്ങളും എന്താ പറയുക ഉപനിഷത്തുക്കളും പഠിക്കാത്ത ഗ്രന്ഥങ്ങളൊന്നുമില്ല. അദ്ദേഹം പഠിച്ച് അവസാനം ഒരു ചെറിയ തടസ്സം അദ്ദേഹത്തിന്. അങ്ങോട്ട് അപ്പുറത്തേക്ക് ചാടാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റണില്ല. എവിടെയോ ഒരു തടസ്സം. എല്ലാം പഠിച്ചു കഴിഞ്ഞു. ജന്മം മുഴുവൻ ജന്മജന്മാന്തരങ്ങളായിട്ട് അദ്ദേഹം പഠിച്ചു. ഇതുപോലൊരു വിദ്വാനില്ല. ഇത്രയും പഠിച്ച അദ്ദേഹം ഒരിക്കൽ അരുണാചല ക്ഷേത്രം സന്ദർശിക്കാനായിട്ട് വന്ന സമയത്ത് ആരോ പറഞ്ഞു, അവിടെ അരുണാചല ക്ഷേത്രത്തിന്റെ അവിടെ മുകളിൽ ഈ തിരുവണ്ണാമല ഒരു ഗുഹയിൽ ഒരാളിരിപ്പുണ്ട്, ഒരു കൗപീനം, ഒരു കോണകം മാത്രം എടുത്തിട്ടുള്ളൂ, ഇങ്ങനെ ഇരിക്കുക. 12 വയസ്സിൽ അവിടെ വന്നതാ. ഇതുവരെ ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. ആരോട് വളരെ അപൂർവമായി മാത്രമേ 1-2 വാക്ക് സംസാരിക്കുകയുള്ളൂ. എപ്പോഴും കണ്ണ് നിശ്ചലമാണ്. അദ്വൈതം സമനുപ്രാപ്യ ജഡവൽ ലോകമാചരേത് എന്നാണ് ശാസ്ത്രം. ജഡം പോലെയാവുന്ന ചില സമയത്ത് നിശ്ചലമായിട്ടിരിക്കും, പാറ പോലെ ഇരിക്കും. ശരീരത്തിൽ ജീവനുണ്ടോ, പ്രാണന്റെ പ്രസരമുണ്ടോ എന്ന് പോലും അറിയില്ല. ആ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ആളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. സ്ക്രിപ്റ്റേഴ്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ ഈ ഇദ്ദേഹത്തെ കാണാൻ പുറപ്പെട്ടു. ചെന്നപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ കണ്ട ഭാവം നമ്മളാണെങ്കിൽ അപ്പം തന്നെ ഇട്ടിട്ട് പോകും. ആലോചിക്കുക, നമുക്ക് ചെന്ന് ഞാൻ റെസ്പെക്ട് വേണം, ബഹുമാനിക്കണം, ചിരിക്കണം, നമശിവായ പറയണം, അല്ലേ? ആലോചിച്ച് നോക്കിയേ, ഇതൊന്നുമില്ല, മൈൻഡ് പോലും ചെയ്യണില്ല, ശ്രദ്ധിക്കണം കൂടിയില്ല. ഇദ്ദേഹം നല്ല ക്ഷമയുള്ള ആളായിരുന്നു. ഇദ്ദേഹം അവിടെ പോയി ഇരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാഗ്യം, ലോകത്തിന്റെ ഭാഗ്യം. അദ്ദേഹമാണ് രമണ മഹർഷിയെ കണ്ടെത്തിയത്. ലോകത്തിന്റെ ഭാഗ്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം രമണ മഹർഷിയുടെ കണ്ണ് പതുക്കെ ചലിച്ചു. ഇദ്ദേഹത്തെ നോക്കിയിട്ട് ചോദിച്ചു, മനസ്സിലായില്ലേ എന്താ വന്നതെന്നുള്ള മട്ടില്, എന്താ വേണ്ടത്? കാരണം അദ്ദേഹത്തിനൊന്നും ആവശ്യമില്ല. ആർക്ക്? മഹർഷിക്കൊന്നും ആവശ്യമില്ല. എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞ സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞ അവസ്ഥയാണ്. നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്ന അതേ പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെ രമണ മഹർഷി. എന്തുകൊണ്ട് നമുക്കിത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. എന്താ വന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. അദ്ദേഹം ഒരു 15-20 മിനിറ്റ് പഠിച്ചതും ഗ്രഹിച്ചതും മനസ്സിലാക്കിയതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഒന്നും ചെയ്യാതെ, ഒരു പ്രവൃത്തിയും ചെയ്യാതെ നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന ബ്രഹ്മാനന്ദം അനുഭവിക്കാം. മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ബ്രഹ്മാനന്ദം, എപ്പോഴും ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് അനുഭവിക്കാം. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ശരീരമല്ല എന്ന പൂർണ്ണമായിട്ട് ആ ബോധതലത്തിലേക്ക്, അത് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? അത് എക്സ്പീരിയൻസ് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാനോട്ട് പറ്റുകയില്ല.